മണിപ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് നോവായി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷവും മണിപ്പൂർ വീണ്ടും അവിടെ നീറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നമ്മുടെ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ വഴിയുള്ള അറ്റാക്ക്, റോക്കറ്റ് ആക്രമണം തുടങ്ങിയവയൊക്കെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം വീണ്ടും രൂക്ഷമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലൊരു സമാധാനമായിരുന്നു എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. വാർത്തകൾ പുറത്തു വന്നിട്ടില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകൾ പുറത്തു വരുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിലധികമായിട്ട് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഇത് തന്നെയാണ്. അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അത് വളരെ പെട്ടെന്ന് സമാധാനത്തിലേക്ക് നീങ്ങുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം ഒരു വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും നീണ്ടു നിൽക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഒരു ആഭ്യന്തര കലാപം എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമാധാനമായി എന്നാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കലാണ്. ഇപ്പം ജമ്മു കാശ്മീരിലൊക്കെ പലതവണ ചെയ്ത പോലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കലാണ്. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇറങ്ങി ചെല്ലാനും വോട്ട് ചോദിക്കാനും വോട്ട് ചെയ്യാൻ ആളുകൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമാധാനം വന്നു എന്നാണ്. അങ്ങനെ കരുതേണ്ടതായിരുന്നു മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതിന് ശേഷവും പൂർവാധികം ശക്തിയായിട്ട് വരും. പൂർവാധികം ശക്തിയായിട്ട് വരിക എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അതിന് മുന്നേ ആദ്യ കാലങ്ങളിലൊക്കെ തീ കൊണ്ടായിരുന്നു കളി. തീ വെപ്പ് മാത്രമായിരുന്നു. തീ വെപ്പ് ഇങ്ങനെ കൂട്ടത്തോടെ. കാരണം അവിടുത്തെ കുടിലുകളുടെ സ്ഥിതി അങ്ങനെയാണല്ലോ, വളരെ പെട്ടെന്ന് കത്തിച്ച് കളയാൻ പറ്റും. ഒന്നായിട്ട് ചുട്ടു ചാമ്പലാക്കാൻ പറ്റുന്ന തരത്തിലാണ് വീടുകളും ഗ്രാമങ്ങളും. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് നോർത്ത് ഈസ്റ്റിലെ പല സംഗതികൾക്കും ഈ പല കലാപങ്ങളിലും തീയായിരുന്നു വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പം അടുത്ത കാലത്ത് തോക്ക് വന്നു. തോക്കിനും ശേഷമാണ് തോക്ക് ഈ പറയുന്ന മെയ്ത്തി കുക്കി കലാപം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം രണ്ട് ഭാഗവും നന്നായിട്ട് തോക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. തോക്കുകൾ സ്വന്തം നിലക്ക് തോക്കുകളില്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊള്ളയടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലും പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ തോക്ക് പരമാവധി സംഭരിച്ച് കൊണ്ടുപോയിട്ട് അതുകൊണ്ടായിരുന്നു രണ്ടു കൂട്ടർ പരസ്പരം ആക്രമിച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് പോലീസ് ഇത് കട്ടുകൊണ്ടുപോയ തോക്കുകൾ മുഴുവൻ തിരിച്ചു തരണമെന്ന് പോലും സർക്കാർ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പം ഇൻഡിജീനിയസ് ആയിട്ട് അവിടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ടൊരു ആഭ്യന്തര കലാപം എന്നും കഴിഞ്ഞിട്ട് ആഭ്യന്തര യുദ്ധം എന്ന് പ്രയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സംഗതികൾ വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്നുള്ളത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തന്നെയാണ്. ഈ പറയുന്ന ഒരു വർഷത്തിലേറെ കാലം ഈ സംഗതി നടന്നിട്ട് അതിൻ്റെ ഇടയിൽ കൃത്യമായിട്ടൊരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാനോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് സമാധാനം ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇത് ഒരു പക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറ്റേ പക്ഷം സഹായിക്കാൻ മറ്റാരുമില്ല, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്നുള്ള മട്ടിൽ അവരും ആയുധങ്ങൾ സംഭരിപ്പിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത്. ഇതൊരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ നമ്മൾ നോക്കണം, തൊട്ടപ്പുറത്ത് ത്രിപുരയിൽ കഴിഞ്ഞ ദിവസമാണ് രണ്ട് തീവ്രവാദി സംഘടനകളുമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കരാറിൽ ഒപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ നോർത്ത് ഈസ്റ്റിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് എങ്കിലുമായിട്ട് സ്വാതന്ത്ര്യത്തിനും 10-20 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ തരത്തിലുള്ള ഈ ഗോത്രവർഗ മേഖലകളിലെ കലാപം എന്ന് പറഞ്ഞാൽ ഗോത്ര സ്വഭാവത്തിലുള്ള പരസ്പരം ഏറ്റുമുട്ടൽ കലാപങ്ങളും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു ആസാം ഒരു കാലത്ത്. പക്ഷേ അസാമിൽ ഇപ്പോൾ കാണുന്നത് ഈ പറയുന്ന അസാമിൽ പോലും ഈ സംഗതിയുടെ അതിൻ്റെ ഒരു ബേസിക് ശരിക്ക് ഒരു ഗോത്ര സ്വഭാവവും അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യകാലത്ത് ഈ അസാമിലൊക്കെ ഈ നേരത്തെ ചായത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്ന കാലത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ പെറ്റി വളർന്ന ആളുകളെ മുഴുവൻ വിദേശികളായി കണ്ടവരെ പുറത്തേക്ക് തള്ളിവിടാനുള്ള സംഗതികളും ഒക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വംശീയ കലാപങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പം ഈ വംശീയ കലാപം എന്നുള്ളതിൻ്റെ സ്വഭാവത്തെ മാറ്റിയിട്ട് അതിലെ ഈ ആൻറ്റി മുസ്ലിങ്ങളെ മുഴുവൻ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ആൻറ്റി മുസ്ലിം സംഗതികളെ മുഴുവൻ ഏകോപിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ BJPയും അവരുടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും വരുന്നു. അങ്ങനെ ഈ സംഗതി ആസാമിൽ ആ തരത്തിൽ BJP മാറ്റിയെടുത്തു കഴിഞ്ഞു. ഒരു മുസ്ലിങ്ങളെ പരിപൂർണമായിട്ട് മാറ്റി നിർത്തുക, ബാക്കിയുള്ള മുഴുവൻ ആളുകളെ ഏകോപിപ്പിച്ചിട്ട് ഈ ആൻറ്റി മുസ്ലിം ഈ ഫ്രണ്ടിൻ്റെ ഒരു ലീഡർഷിപ്പ് BJP ഏറ്റെടുക്കുന്നു. ഇപ്പം മണിപ്പൂരിൽ അടക്കം
നോർത്ത് ഈസ്റ്റിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ പിന്നെ അസം പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അസം പരീക്ഷണം BJPക്ക് അനുകൂലമാണ് എന്ന് അവരത് പിന്നെ തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഈ പരിപാടി വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഇതാവാൻ പോകുന്നത് ഈ ന്യൂനപക്ഷങ്ങളോട്, ഇപ്പം ക്രിസ്ത്യാനികളായിട്ടോ മുസ്ലിങ്ങളായിട്ടോ ന്യൂനപക്ഷങ്ങളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ഈ ഗോത്രവർഗ്ഗങ്ങളെ പരിപൂർണമായിട്ട് പിന്നെ ഈ സൈഡ്വൽക്കരിക്കും, അവരെ പരിപൂർണമായിട്ട് മാറ്റി നിർത്തി ഇവരെ ഈ BJPയോട് കൂടെ നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ BJPക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കരുത്തുള്ള ഗോത്രവർഗ്ഗങ്ങളെ പരിപൂർണമായിട്ട് BJP ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇത് ഇത്രയും കാലം കണ്ടിരുന്ന ഇത്രയും കാലം നോർത്ത് ഈസ്റ്റിൽ കണ്ടിരുന്ന ഈ വംശീയമായ കലാപങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ചൊവ്വ കൊടുത്തിട്ട് അതിൻ്റെ ഒരു വലിയ ഭാഗത്ത് BJP നിൽക്കുക എന്നുള്ള സംഭവമായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ശ്രമം ഇവിടെ നടത്തിയതിൻ്റെ, മണിപ്പൂരിൽ നടത്തിയതിൻ്റെ ഫലമാണ് ഇപ്പോഴും മണിപ്പൂർ ഏതാണ്ട് ഒരു കൊല്ലത്തിലധികം 2 കൊല്ലത്തോളമായിട്ട് മണിപ്പൂർ ശാന്തമാവാതെ പോകുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലും ഈ അശാന്തി പടരാനാണ് സാധ്യത. അതേസമയം ഇപ്പോൾ ഇരുവിഭാഗവും ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട്, സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയമായ എതിർപ്പ് മറുഭാഗത്ത് വല്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷനിലേക്ക് കടക്കാൻ ഈ രാഷ്ട്രീയ എതിർപ്പ് സർക്കാർ തടസ്സമാകുന്നുണ്ടോ? അല്ല, ആക്ഷൻ്റെ കാര്യം പറയുമ്പോഴേ നൗഫൽ, ഇത് നമുക്ക് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്. 28 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയുടെ ജനസംഖ്യ വരുന്ന ഒരു ചെറിയ, ഇന്ത്യ എന്ന് പറയുമ്പോൾ മൊത്തം ഇന്ത്യ എടുക്കുമ്പോൾ വളരെ ചെറിയൊരു യൂണിറ്റാണ്. നമ്മുടെ പാലക്കാട് ജില്ലയുടെ ജനസംഖ്യ മാത്രമേ ഉള്ള ഒരു പ്രദേശം. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രവും ആ സംസ്ഥാനവും ഒരേ പാർട്ടി തന്നെ ഭരിക്കാനാണ്. എന്ന് വെച്ചാൽ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലമായിട്ട് 200-ലേറെ മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, 10,000-കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ്ഡായി, ഹോംലെസ് ആയി കഴിഞ്ഞു. എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ആരാ ഇന്ത്യ ഭരിക്കുന്നത്? ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്ന ആളാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ലോക ഗുരുവായിട്ട് നിൽക്കുന്ന, ലോകത്തെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു അമാനുഷൻ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഈ കുഞ്ഞു സംസ്ഥാനത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതിരിക്കുന്നത്. എന്ന് മാത്രം വലിയ വിരോധാഭാസമാണ്. ഇനി വേറൊരു കാര്യത്തിലേക്ക്, ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ഇങ്ങനൊരു അനുഭവം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഗോത്ര കലാപങ്ങളുണ്ടായിട്ടുണ്ട്, സാമുദായിക കലാപങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്ന വിഭാഗങ്ങൾ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നു, ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനൊരു അനുഭവം നോക്കിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതും ഇത്രയും പോകുന്നൊരു കുഞ്ഞു സംസ്ഥാനത്ത്. ഇന്നലെ ഇപ്പം അവിടുത്തെ എന്താണ് പ്രഥമ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വന്ന് ഒരു റോക്കറ്റാണ് വന്ന് വീണിരിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു, അവിടുത്തെ പ്രോപ്പർട്ടീസ് നശിച്ചു, കുറച്ച് ആളുകൾക്ക് പരിക്ക് പറ്റി. അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്നത് വെച്ചാൽ 7 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റാണെന്ന് പറയുന്നത്. 7 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന റോക്കറ്റ്. അത് നോക്കൂ, അങ്ങനത്തെ ആയുധങ്ങൾ ഒരു ആഭ്യന്തര സംഘർഷത്തിൽ ഉപയോഗപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇത്തരം റോക്കറ്റുകളിലും ഡ്രോണുകളുടെ ഉപയോഗം നമ്മൾ എവിടെയൊക്കെ കേൾക്കുന്നത്? ഹൂത്തികൾ ഡ്രോൺ അയച്ചു, അല്ലെ ഹമാസ് റോക്കറ്റ് വിട്ടു എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് കേൾക്കുകയാണ് കുക്കികൾ റോക്കറ്റ് അയച്ചു, അല്ലെ മേത്തികൾ ഡ്രോൺ അയച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ സംഘർഷത്തിൻ്റെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലെ 2 ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഡ്രോണുകൾ, മിലിറ്ററൈസ്ഡ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു, റോക്കറ്റുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നിലനിൽക്കുന്ന സംവിധാനം? എന്താണ്? എങ്ങനെ ഇവർക്കിത് ഇത്തരം അമ്യൂണിഷൻ, ഇത്തരം ആയുധങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നു? അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു? ഒന്നുകിൽ അത് പ്രൊക്യൂർ ചെയ്തായിരിക്കണം, ഏതെങ്കിലും ഓപ്പൺ ആയുധ മാർക്കറ്റിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ അവർ സ്വയമേവ അസംബിൾ ചെയ്ത് ഇതാക്കിയതായിരിക്കണം, അവരുടെ ഹോം മെയ്ഡ് ഇൻഡസ്ട്രി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ അവർക്ക് ഹോം മെയ്ഡായിട്ട് ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ അതും വലിയ കുഴപ്പമാണല്ലോ. അപ്പോൾ എന്താണത് കാണിക്കുന്നത്? ആ സംഘർഷത്തിൻ്റെ ഗ്രാവിറ്റിയാണത് കാണിക്കുന്നത്. എത്ര ഭയാനകമായ രീതിയിലാണ്, എത്ര വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലായിട്ടാണ് ആ സമൂഹം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ 2 ജനവിഭാഗങ്ങളെ സമ്പൂർണ്ണമായി അകറ്റുന്ന, വിഭജിക്കുന്ന തരത്തിലേക്ക് ആ സംസ്ഥാനത്തിൻ്റെ നയസമീപനങ്ങൾ മാറിയെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത്? അതാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ബിരൺ സിംഗ് എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്. അദ്ദേഹം മേത്തി വിഭാഗത്തിൻ്റെ ആളാണ്, മേത്തി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. BJP മേത്തി വിഭാഗം പ്രധാനമായും ഹിന്ദുക്കളാണ്, പിന്നുള്ളത് കുക്കീസാണ്. കുക്കീസ് പ്രധാനമായും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ BJPയുടെ പൊളിറ്റിക്സ് എന്താണ്? മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ്. ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഭൂരിപക്ഷത്തെ സുഖിപ്പിച്ചുകൊണ്ട് ഭരണം നേടുക. അതാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തന്നെ സ്വീകരിച്ച നയം അതാണ്.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും ഭരണത്തിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ലോജിക്കാണ്, അതൊരു സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ഭൂരിപക്ഷത്തിൽ എണ്ണക്കണക്കാണല്ലോ ഈ പരിപാടി എന്ന് പറയുന്നത്. അപ്പം മെയ്ത്തി മേഖലകളിൽ മെയ്ത്തി വികാരം ആളിക്കത്തിക്കുക, പരമാവധി വോട്ട് സമാഹരിക്കുക. അപ്പോൾ അസംബ്ലിയിൽ ടോട്ടൽ നമ്പർ വരുമ്പോൾ 53% മെയ്ത്തികളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ MLA മാരുണ്ടാവുക. അപ്പോൾ നമുക്ക് കാലാകാലം ഭരിക്കാൻ പറ്റും. അത് സിമ്പിൾ ലോജിക്കാണ്. ആ ലോജിക്കാണ് ഇന്ത്യ മൊത്തം അവർ അപ്ലൈ ചെയ്യുന്നത്. അത് തന്നെയാണ് മണിപ്പൂരിലും അപ്ലൈ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു സംസ്ഥാനത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്, ഒരു ജനതയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. എല്ലാ കാലവും എല്ലാം സഹിച്ച് എല്ലാവരും നിൽക്കില്ലെന്നേ, അങ്ങനെ പ്രശ്നം. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിഭജനം ഭൂമിശാസ്ത്രപരമായിട്ട് ഉണ്ടെന്ന് കാണണം. കാരണം ഈ ഇംഫാൽ വാലി എന്ന് പറയുന്ന ആ ഭാഗത്താണ് മെയ്ത്തികൾ താമസിക്കുന്നത്. ചുറ്റുമാണ് കുന്നുകൾ. ഈ കുന്നുകളിലാണ് ആര് താമസിക്കുന്നത്? കുക്കികൾ താമസിക്കുന്നത്. അപ്പോൾ ആ കുന്നിൻ പ്രദേശങ്ങൾ, അതാണ് പ്രവിശാലമായ ഭൂപ്രദേശമാണ്, പക്ഷേ ജനസംഖ്യ കുറവാണ്. താഴ്വര ഈ ഇംഫാൽ വാലി എന്ന് പറയുന്നത് ചെറിയ ഭൂപ്രദേശമാണ്, പക്ഷേ മഹാഭൂരിപക്ഷം ജനങ്ങൾ അവിടെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ അവിടെയാണ്, അധികാര കേന്ദ്രം അവിടെയാണ്, സമ്പത്ത് അവിടെയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഇന്നലെ BJPയുടെ നേതാക്കന്മാർ, മെയ്ത്തികളായിട്ടുള്ള BJPയുടെ നേതാക്കന്മാരുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ITLC, ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞ ഇവരുടെ സംഘടനയുണ്ട് കുക്കികളുടെ. ആ സംഘടന നിരോധിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കുക്കി വംശജരായിട്ടുള്ള BJP MLA മാർ ആ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ ITLC നിരോധിക്കണമെന്ന് ആവശ്യമായിട്ട് ഇവർ വരികയാണ്. പക്ഷേ ഈ ITLCയേക്കാൾ മുമ്പേ എന്താണ് അവിടെ അറംബായ് തങ്കോൾ എന്ന് പറഞ്ഞിട്ട് മെയ്ത്തികളുടെ ഒരു സംഘടനയുണ്ട്. ഈ അറംബായ് തങ്കോൾ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ എന്താണ്? അമ്പേന്തിയ സൈനികർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു മിലിറ്ററൈസ്ഡ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ സമ്പൂർണ്ണമായ പാട്രണേജ് ആർക്കാന്ന് ചോദിച്ചാൽ അതിൻ്റെ രക്ഷകർ, ഞാൻ പറയുന്നത് സാങ്കേതികമായിട്ടല്ല, അതിന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്നത് ഈ ബിരൻ സിംഗ് ആണ്. അവരുടെ സർവ്വ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ ആ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അവർ പരസ്യമായ ആയുധ വിതരണം നടത്തുന്നുണ്ട്. അവരുടെ റൂട്ട് മാർച്ചുകൾ ഉണ്ടാകാറുണ്ട്. ബൈക്കുകളിലും വാഹനങ്ങളിലും ആയുധങ്ങളേന്തി അവരുടെ വോളണ്ടിയേഴ്സ്, 60,000-ഓളം വോളണ്ടിയേഴ്സിന് അതിന് ആയുധമേന്തിയ വോളണ്ടിയേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ കുക്കി നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചത് അറംബായ് തങ്കോളിൻ്റെ ആളുകളാണെന്നാണ്. അപ്പം ഒരു ജനതയെ വിഭജിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവരെ മിലിറ്ററൈസ് ചെയ്യുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ആയുധമണിയിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ആ സമൂഹം സമ്പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഗുജറാത്തിൽ ഇങ്ങനെ ഈ പറയുന്ന ഭൂരിപക്ഷാത്മകത, മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് അവർ പരമാവധി നടപ്പിലാക്കി നേട്ടം കൊയ്തു. അവിടെ വലിയ ഈ പറയുന്ന മണിപ്പൂർ പോലെയുള്ള ഇതില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? മറുഭാഗത്ത് ആ നിലക്കുള്ള സംഘാടനം ഉണ്ടായിട്ടില്ല. പക്ഷേ കുക്കികൾ അങ്ങനെയല്ല. അവർ സർവ്വകാലവും ഇതിങ്ങനെ സഹിച്ചു നിൽക്കുന്നില്ല. അവരും ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് ഇത് ഇൻ്റർനാഷണൽ ബോർഡറുള്ളൊരു സംസ്ഥാനമാണ്, മ്യാൻമറുമായിട്ട് ബോർഡറുണ്ട്. എന്ന് മാത്രമല്ല ഈ കുക്കികളുമായിട്ട് നരവംശാസ്ത്രപരമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്മ്യൂണിറ്റീസാണ് അപ്പുറത്ത് നിൽക്കുന്നത്, മ്യാൻമറിൽ നിൽക്കുന്നത്. അവരുമായിട്ട് അവർക്ക് കണക്ഷനുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ അവിടുത്തെ ബോർഡർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫ്രജൈൽ ബോർഡേഴ്സാണ്. ആ നിലക്കുള്ള ബന്ധങ്ങളും അവർക്കുണ്ട്. അവർ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു, അവർ തിരിച്ചടിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കുഞ്ഞു സംസ്ഥാനത്തെ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ നിതാന്ത ശത്രുതയിലേക്ക് പോകുന്നു. അവർ ആയുധമണിയുന്നു. ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആയുധങ്ങൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ ഉപയോഗിച്ച് വളരെ വളരെ പച്ചയായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ആ സംസ്ഥാനത്തെ എടുത്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം BJP പിന്തുടരുന്ന മെജോറിറ്റേറിയൻ പൊളിറ്റിക്സാണ്. മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് കൊണ്ട് നിങ്ങൾക്ക് അധികാരം പിടിക്കാൻ പറ്റും, പക്ഷേ ജനതയെ അത് നശിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സിന് പകരം എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം? എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ സ്വത്വത്തെ മാനിച്ചുകൊണ്ട് തന്നെ അവർക്കെല്ലാം റെപ്രസെൻറ്റേഷനുള്ള, പ്രാതിനിധ്യമുള്ള ഒരു ഭരണക്രമമാണ്. ഇപ്പോൾ കുക്കികൾ എന്താ ആവശ്യപ്പെടുന്നത് അറിയോ? ഞങ്ങൾക്ക് പ്രത്യേക ഭരണപ്രദേശം വേണം, പ്രത്യേക ഭരണ സംവിധാനം വേണം, അല്ലെങ്കിൽ മിസോറാമുമായിട്ട് ലയിപ്പിക്കണം. കുക്കി പ്രദേശങ്ങൾ ഒന്നുകിൽ മിസോറാമുമായിട്ട് ലയിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ പ്രത്യേക ഭരണപ്രദേശമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ആവശ്യത്തിലേക്ക് ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഡിമാൻഡ് അവർ ഉന്നയിച്ചുകൊണ്ട് MLA മാർ, കുക്കി MLA മാർ എല്ലാവരും ആവശ്യം ഉന്നയിക്കുകയാണ്, രാഷ്ട്രീയ ഭേദമന്യേ. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുകൊണ്ടാണ് ഈ പറയുന്ന മെജോറിറ്റേറിയൻ പൊളിറ്റിക്സാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷാത്മക രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന ആശയത്തിൻ്റെ ഒരു മികച്ച മാതൃകയാണ് നമ്മളിപ്പോൾ മണിപ്പൂരിൽ കാണുന്നത്. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.